അല്ലെ? ചിന്നുവിന് എങ്ങനെയാ ആഗ്രഹം വന്നത് ചേച്ചി? അപ്പൊ ചിന്നുവിന് എന്നെ കണ്ടിട്ട് മോട്ടിവേഷൻ ആയതാണ് ചിന്നുവിന് ഏവിയേഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും എന്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മള് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്യേണ്ടത് എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാനിന്ന് ചിന്നുവിനെ ഒന്ന് ഒരുക്കിയെടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഇന്റർവ്യൂവിന് പോകുന്ന ഒരു ലുക്കാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ആദ്യം ഞാനിവിടെ കുറച്ച് പ്രൈമർ എടുത്തിട്ടുണ്ട്, അത് ചിന്നുവിന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ചിന്നു അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത കുട്ടിയാണ്, അല്ലെ ചിന്നു? അങ്ങനെ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് പുറത്തു പോകുന്ന ഒരു കുട്ടിയാണ് ചിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പൊ അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്ന അതേ മേക്കപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ചിന്നുവിന് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്റെയും ചിന്നുവിന്റെയും ഒരുപോലത്തെ സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് എല്ലാം ചിന്നുവിനും ഓക്കെ ആവും എന്നുള്ളത് കൊണ്ട്. അപ്പൊ ആദ്യം ഞാനിവിടെ കണ്ണിന്റെ ഒരു പോർഷനിലാണ് ഇത് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ കളർ ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, നെറ്റിയുടെ രണ്ട് സൈഡിലും. അടുത്തത് ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്യാണ്. കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏവിയേഷനിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ മേക്കപ്പ് മാൻഡറ്ററി ആണോ എന്ന്. മാൻഡറ്ററി ആണ്, കാരണം ഓരോ എയർലൈൻസിനും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് മേക്കപ്പ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ ആ ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ആ എയർലൈനിൻ്റെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കും. കോമ്പാക്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂമിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയതാണ് കേട്ടോ. കാരണം നമ്മുടെ ഐബ്രോ കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫേസിന് തന്നെ നല്ലൊരു ഡിഫറൻസ് വരും. അപ്പൊ ഞാൻ ഇനി അടുത്തത് ചിന്നുവിന്റെ ഐബ്രോ ശരിയാക്കാൻ പോവാണ്. അപ്പോൾ ഐബ്രോ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മിഡിലാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. അപ്പോൾ കുറച്ച് ഇവിടുന്ന് നമുക്ക് ഇതിനൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഈ ഐബ്രോന് ഒരു ഫൗണ്ടേഷൻ ഔട്ട്ലൈൻ കൊടുക്കാൻ പോവാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഈ ഐബ്രോനൊരു കറക്റ്റ് ഷേപ്പ് വരാൻ നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊണ്ടൊരു ഔട്ട്ലൈൻ വരച്ചപ്പോൾ പറ്റിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐബ്രോസ് ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും ലൈറ്റ് ഷെയ്ഡാണ് നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഐബ്രോന്റെ അവിടെ ഈ സൈഡിലൊരു കളർ ഡിഫറൻസ് വരുത്തുന്നത് ഇതാണ്, സെപ്പറേറ്റ് ആയി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം, കണ്ണൊക്കെ നല്ല വലുതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മേബിലിന്റെ മസ്കാരയാണ് കേട്ടോ. നമുക്ക് ഇനി ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തന്നെ നന്നായിട്ട് തുറക്കാം. ഞാൻ പറയുമ്പോൾ തുറക്കുക, അടിക്കുക, തുറക്കുക, അടിക്കുക. ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഒന്ന് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വരും. ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. കൂടുതൽ ലൈറ്റർ ഷെയ്ഡാണ് പ്രിഫർ ചെയ്യുക.
അപ്പം ഞാനിവിടെ ചിന്നുവിൻ്റെ ഫേസിന് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ കേട്ടോ. ഒന്നിങ്ങനെ ഞാൻ ചിന്നുവിൻ്റെ ഫേസിനനുസരിച്ചിട്ട് ചെറിയൊരു ഹെയർ ബണ്ണാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ചിന്നുവിന്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിന്നുവിന് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞാൻ ഹെയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ബൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ, നീറ്റ് ആയിട്ടൊന്ന് ബൺ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ജെല്ലൊക്കെ യൂസ് ചെയ്യാട്ടോ. അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതാണ്. ചിന്നുവിന്റെ തന്നെ ഞാൻ ഹെയർ ഒക്കെ എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരുപാട് ഹെയർ സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാം, അതൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചിന്നുവിന്റെ ഈ മേക്ക് ഓവർ ഇന്റർവ്യൂ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, കമന്റ് ചെയ്യാനും മറക്കരുത്.